மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாளு எந்த நாளு. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாளு எந்த நாளு. முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால, முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால. மாங்குயில பூங்குயில சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாளு இந்த നാള്. വണക്കം. ജോയ് എവിടെ സ്ഥലം? തലശ്ശേരി. തലശ്ശേരി. ജോയ് ഏതൊക്കെ ട്രൂപ്പിൽ പാടിയിട്ടുണ്ട്? ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ അധിക ട്രൂപ്പിനോട് പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് തലശ്ശേരി മെലഡി മേക്കേഴ്സിൽ പാടുന്നു. പിന്നെ ഭൂരിഭാഗവും അസിസ്ഥാനിയുടെ കൂടെയാണ്. ജോയ് ഏത് തരത്തിലുള്ള പാട്ടുകളാണ് പാടാറുള്ളത്? ഞാൻ മെയിനായിട്ട് പാടുന്നത് തമിഴ് പാട്ടാണ്. പിന്നെ അത്യാവശ്യം ഹിന്ദി പാടും. അത്രേ ഉള്ളൂ. എല്ലാ സിനിമാ പാട്ടുകളും? എല്ലാ സിനിമ പാട്ടുകളും. ഇപ്പോൾ ഈ ട്രൂപ്പിൽ നടക്കുന്ന ഈ പരിപാടികൾക്ക് മാത്രം രചിച്ചിട്ടുള്ള എന്തെങ്കിലും തമിഴ് പാട്ടുകളോ ഹിന്ദി പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും പാടാറുണ്ടോ? ഇല്ല. ഞാൻ എല്ലാം സിനിമയിൽ ഇറങ്ങുന്ന കാസറ്റിൽ പഠിച്ച് പാടുന്ന പാട്ടുകൾ പാട്ടുകൾ. കൂടുതൽ താങ്കളുടെ ഏത് പാട്ടുകളാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? എന്ന് വെച്ചാൽ താങ്കൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. ഞാൻ പാടുമ്പോന്ന് വെച്ചാൽ ചുമ്മാ നിൽക്കാറില്ല. സ്റ്റേജിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. ഒരു കണക്കിന് പറയാന്ന് വെച്ചാൽ എനിക്ക് ജനങ്ങളിൽ നിന്നും അധികം പ്രോത്സാഹനം ലഭിച്ചത് അതൊക്കെ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയായിരുന്നു താങ്കൾ ഇങ്ങനെ ഈ ഒരു പാട്ടുകാരനായിട്ട് രംഗത്ത് വന്നത്? അത് പറയാന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടാറുണ്ട്. പാടാറുണ്ടെന്ന് വെച്ചാൽ സ്കൂൾ യുവജന മത്സരത്തിൽ അതിലൊക്കെ പങ്കെടുത്ത് കുറെ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹൈസ്കൂളിലേക്ക് കടന്നു. അപ്പോഴും പാട്ടൊക്കെ കൂടെ ഉണ്ട്. ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബെഞ്ചിലൊക്കെ അടിച്ച് പാടുക, കമ്പനി കൂടി അവിടെ ഇരുന്നൊക്കെ പാടുക, അതൊക്കെ ഒരു ജോളിയായിരുന്നു. പിന്നെ തമിഴിനോട് പണ്ടേ ഒരു ഭ്രമമായിരുന്നു. തമിഴ് ഫിലിമിനോടൊക്കെ കൂടുതലും രജനീകാന്തിന്റെ ഫിലിംസ് അങ്ങനെ കാണുക. പിന്നെ തമിഴ് പാട്ട് എവിടെ വെച്ചാലും അവിടെ പോയി കേൾക്കുക. അങ്ങനെ അങ്ങനെ സ്പിരിറ്റ് കയറി നമ്മുടെ നാട്ടിലൊരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊരു 1980-ലായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രൂപ്പെല്ലാം നമ്മുടെ പിള്ളേരെല്ലാം കൂടി നമ്മുടെ ചർച്ച് കോമ്പൗണ്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, തമിഴ് പാട്ട്. അങ്ങനെ അന്ന് ഞാൻ ഒരു പാട്ട് പാടി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് എനിക്ക് നല്ല പ്രോത്സാഹനം ലഭിച്ചു. അതേതായിരുന്നു പാട്ട്? ഓർക്കുന്നുണ്ട്? പാട്ട് ഏതാണെന്ന് ഓർക്കുന്നുണ്ട്? ഓർമ്മയുണ്ട്. ഏതാണ്? പയനങ്ങൾ മുടിവതില്ലേ എന്ന ചിത്രത്തിലെ ഏ ആത്ത എന്ന പാട്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുമുതൽ ജനങ്ങളിൽ നിന്ന് എനിക്ക് വമ്പിച്ച പ്രോത്സാഹനം ലഭിച്ചു. അപ്പം അന്ന് മുതൽ എനിക്കൊരു ഇങ്ങനെ കൂടുതൽ സ്റ്റേജുകളിൽ കയറി പാടാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. പിന്നെ എന്നെ എൻ്റെ നാട്ടിലെ പല കലാകാരന്മാർ സഹായിച്ചു, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി തന്നു. അങ്ങനെ ഇപ്പോൾ പാടി ഞാനിങ്ങനെ ഒരു നിലയിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ജോയ് അറിയപ്പെടുന്നത് ജോയ് എന്ന് തന്നെ? ജോയ് പീറ്റർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിൽ ഏറ്റവും നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് താങ്കൾ പാടുന്ന പാട്ട് ഏതാ? അണ്ണാമലൈ. ഇപ്പോൾ ഇറങ്ങിയില്ലേ അണ്ണാമലയിലെ വന്ദേണ്ട പാൽക്കാരൻ എന്ന ഗാനം. ആ ഗാനമാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ പാടാറുള്ളതും ജനങ്ങൾ ആസ്വദിക്കുന്ന പാട്ട്. ഈ സംഗീതത്തിനെ കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ല ജസ്റ്റ് ഈ കാസറ്റ് കേട്ട് പാട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു അനുകരണം മാത്രമാണോ? അത്രേ ഉള്ളൂ. ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയില്ല, അവസരങ്ങളും ഇല്ല. പിന്നെ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഞാൻ എന്താ പറയുക, ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കാരണം പിന്നെ സാമ്പത്തികമായും ഒരു പരിധിക്കുള്ളിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ ശാസ്ത്രീയമായി പഠിക്കാനുള്ള പഠിച്ചുകൊണ്ടുള്ള വരവായിരുന്നില്ല. സംഗീതത്തോടുള്ള അതിയായ താല്പര്യം മാത്രമായിരുന്നു. അങ്ങനെ കാസറ്റിലൂടെ എല്ലാം പഠിച്ച് അനുകരിച്ച് പാടുക. ഇന്നും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അത് അനുകരിച്ച ഉടനെ അങ്ങ് പാടാൻ പറ്റും. ഒരു പാട്ട് അനുകരിച്ച് പാടാൻ എത്ര സമയം എടുക്കാറുണ്ട് താങ്കൾ? ഞാൻ ജസ്റ്റ് ഒരു കാസറ്റ് ഇട്ട് ആ പാട്ട് പഠിക്കാൻ വേണ്ടി ഒരു 10 നിമിഷം ഫസ്റ്റ് ഒന്ന് പാട്ട് കേൾക്കും, പിന്നെ അതിന്റെ ലിറിക്സ് എഴുതും. അപ്പോഴേക്കും ബീറ്റ്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെയുള്ള ആ സമയങ്ങളൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഇത്ര പെട്ടെന്ന് നിൽക്കും? അതൊക്കെ എല്ലാം നിൽക്കും.
റിഹേഴ്സലിന് വേണ്ടി എത്ര സമയം ചിലവാക്കേണ്ടത്? ഒറ്റ ഒരു തവണ മാത്രം. എല്ലാ ഓർക്കസ്ട്ര എല്ലാം ഓക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം നോക്കിയാൽ ടേക്ക്, പിന്നെ പ്രശ്നമില്ല. 10 മിനിറ്റോട് നിങ്ങൾക്ക് ഒരു പാട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാമോ? നന്നായി പാടി ജനങ്ങൾക്ക് അപ്ലോസ് കിട്ടുന്ന, ജനങ്ങളിൽ നിന്ന് അപ്ലോസ് കിട്ടുന്ന ഒരു പാട്ടിന്റെ 4 വരി ഒന്ന് പാടാൻ പറ്റും? അതായത് ഇപ്പൊ നിലവിലുള്ള പാട്ട്, നിലവിലുള്ള പാട്ട്, അതല്ലെങ്കിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും, താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് മാഗസീൻ വഴി എപ്പോഴെങ്കിലും കാണിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ കാണിക്കാൻ വേണ്ടി ഒരു 4 വരി പാടി. പാടാം. അത് ഏത് പാട്ടായാലും കുഴപ്പമില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത്രയും നല്ലത്, ഏറ്റവും നല്ല. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாளு எந்த நாளு. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாளு எந்த நாளு. முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால, முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால. மாங்குயில பூங்குயில சேதி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் നാള് இந்த നാള്. ഓക്കെ, താങ്ക്സ്. അതിൽ ഇത്രയും അവസരം തന്നതിൽ നന്ദി. കൂടുതലായിട്ട് താങ്കളുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരോട്? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എന്നെ വളർത്തിയ, എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ നാട്ടുകാരോടും, ഇനിയിപ്പോൾ എൻ്റെ പാട്ട് കേൾക്കാൻ പോകുന്ന ഈ ഖത്തറിലെ എൻ്റെയും ഇവിടെയുള്ള ജനങ്ങളോടും എനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു.